കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. മരണമെന്ന വാക്ക് തന്നെ ഭൂരിഭാഗം പേർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാകയാൽ അംഗീകരിച്ചേ തീരൂ. ജനിച്ച മനുഷ്യരെല്ലാം ഒരു നാൾ മരിക്കണമെന്നത് ദൈവം വച്ച നിയമമാണ്. മനുഷ്യൻ്റെ മരണം പാപത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് താനും. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും പദ്ധതിയുമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാനാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ആ പദ്ധതികൾ നിറവേറ്റിയാൽ പിന്നെ നാം ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നിത്യവീടല്ല ഈ ഭൂമി. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ആകയാൽ പ്രവൃത്തി തികച്ച് നിത്യവാസത്തിനായി കടന്നു പോവുക എന്ന മനസ്സാണ് ഒരു ദൈവ പൈതലിനുണ്ടാകേണ്ടത്. എന്നാൽ പലപ്പോഴും ദൈവപ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ മരണത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ശരീരത്തിൻ്റെ ബലഹീനത ഒരു കാരണമാകാം. നമ്മുടെ ശുശ്രൂഷകളോടുള്ള ശത്രുവായ സാത്താൻ്റെ യുദ്ധവും കാരണങ്ങളിലൊന്നാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ നാം ദൈവപ്രവൃത്തികൾ തികയ്ക്കുവോളം അതിനുള്ള ബലത്തോടെ ജീവിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കണം. അതൊരു യുദ്ധം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവം ഇത്തരം സന്ദർഭത്തിൽ വിടുവിച്ചതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ആകയാൽ ദൈവം നമ്മെയും അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനായി മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിൻ്റേതാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവൻ്റെ മേൽ പൂർണ്ണ അധികാരം ദൈവത്തിന് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്പോൾ മരിച്ചാലും അവൻ അടുത്ത നിമിഷം യേശുവിനോട് കൂടെയാണ്. നമ്മുടെ ജീവൻ യേശുവിൽ സുരക്ഷിതമാണ്. ആകയാൽ മരണത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ ദൈവത്തിനായി ജീവിച്ച് അവിടുത്തെ ഹിതമുള്ള പ്രവൃത്തികൾ ചെയ്യുക. അതേസമയം നാം സുരക്ഷിതരായി ജീവിക്കാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് അതിനെ ഗൗരവമായി കാണുകയും വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.